ഓക്കെ. എന്തായാലും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മെയിനായിട്ട് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ എന്നതിനെ കുറിച്ചാണ്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഫോറസ്റ്റ് ഗവൺമെന്റിന്റെ ന്യൂ പോളിസീസ് ഏതൊക്കെയായിരുന്നു, അങ്ങനത്തെ കുറെ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ആണ് നമ്മൾ ഇതിൽ ഇതാവുന്നത്. അവസാനം PSC കുറച്ച് കാലം ചോദിച്ചു കണ്ട് വന്ന കേരള ഫോറസ്റ്റ് ആക്ടിനെ കുറിച്ചുള്ള ഒരു 20ഓളം ചോദ്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ PDF-ലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കേരള ഫോറസ്റ്റ് ഭാഗത്തു നിന്ന് കുറച്ചും കൂടി PSC കോൺസെൻട്രേറ്റ് ചെയ്ത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചതായിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം എന്തായാലും. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാ ദിവസവും തുടങ്ങുന്ന പോലെ ഒരു കോട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. എവറി ന്യൂ ഡേ ഈസ് അനദർ ചാൻസ് ടു ചേഞ്ച് യുവർ ലൈഫ്. വളരെ ആപ്റ്റായിട്ടുള്ള കാര്യമാണ്. ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള അറിവുകൾ നേടിയെടുക്കാനും പുതിയതായിട്ട് ഇതാക്കാനും നോക്കിക്കഴിഞ്ഞാൽ, പുതിയൊരു എനർജിയിലൂടെ നമ്മൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എല്ലാം സിമ്പിളായിട്ട്. സമയം വൈകിപ്പിക്കേണ്ട, എന്തായാലും തുടങ്ങാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, നമുക്ക് ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇരിക്കുന്ന ഇക്വറ്ററി റീജിയന്റെ ഒരു സെൻട്രൽ, ഭൂമിയുടെ ഒരു മിഡിൽ ഏരിയയിലാണ് നമ്മുടെ രാജ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ ക്ലൈമറ്റ് എന്നുള്ളത്. ആ ക്ലൈമറ്റിന്റെ കണ്ടീഷനിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ഒരുപാട് മലനിരകളുണ്ട്, പ്ലെയിൻ ഏരിയാസ് ഉണ്ട്, ഒരുപാട് ഫോറസ്റ്റിനെയൊക്കെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, ഷോള ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, മാംഗ്രൂവ്സ് ഫോറസ്റ്റ് ഉണ്ട്. അതേപോലെ മറൈൻ എക്കോസിസ്റ്റവും നമ്മുടെ ഒരുപാട് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ, ഒരുപാട് ജീവജാലങ്ങൾക്ക് ജീവിച്ചു പോവാൻ സാധ്യമായിട്ടുള്ള ഒരു കണ്ടീഷൻ, പല രീതിയിലുള്ള ജീവികൾക്കും ജീവിച്ചു പോകാൻ പറ്റിയ ഒരു കണ്ടീഷൻ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ജോഗ്രഫിക്കലി നമ്മുടെ രാജ്യത്തെ മറ്റൊരു ഭൂപ്രകൃതിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന രാജ്യങ്ങളൊന്നും നമ്മുടെ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് കണ്ടീഷൻ മോഡറേറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ നല്ല എക്കോസിസ്റ്റം ഉള്ളത്, ഏറ്റവും നല്ല കർഷകരുള്ളത്, ഏറ്റവും നല്ല കൃഷികളുള്ളത്, അങ്ങനെ പല ഭാഗങ്ങളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യം തന്നെയാണ്. മറ്റു രാജ്യത്തിന് അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ ഈസ് ദ ഫുൾ ഓഫ് അൺമാച്ച്ഡ് വൈൽഡ് ട്രഷർ. ദ ക്ലൈമറ്റ് കണ്ടീഷൻ ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മേക്ക് ദ കൺട്രി വൺ ഓഫ് ദ ടോപ്പ് ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ എർത്ത്. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ ത്രെറ്റ് ഓഫ് വൈൽഡ് ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാബിറ്ററ്റ് ലൂസ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ജീവികൾക്ക് ക്ലൈമറ്റ് കണ്ടീഷനിലൂടെയോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടലിലൂടെയോ അല്ലെങ്കിൽ പൊല്യൂഷന്റെ കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കൊണ്ട് ആ ഒരു ഹാബിറ്റിന്, ആ ഒരു കൂട്ടം ജീവജാലങ്ങൾ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് ഹാബിറ്ററ്റ് ലോസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചസ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് ആണ് അതിലുണ്ടാകുന്നത്. മാസ് ഡിസീസസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ജീവികൾക്ക് എഫക്ട് ചെയ്യുന്ന ഡിസീസസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോവിഡ് നമുക്ക് മനുഷ്യന്മാർക്ക് എഫക്ട് ചെയ്തൊരു ഡിസീസ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ കൂട്ടിലകപ്പെട്ടു. അതേപോലെ ഒരു ജീവികൾക്ക് ഒരു മാസമായിട്ട് അവർ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഏതെങ്കിലും ഒരു ജീവി. ആ ഒരു ഇതിലും അവർക്ക് എന്താവാം, ത്രെറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ഉണ്ടാവാം. പൊല്യൂഷൻസ് മനുഷ്യൻ കാരണമായോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ ഭൂമി അല്ലെങ്കിൽ പ്രകൃതി അതിൻ്റെതായിട്ടുള്ള റിയാക്ഷൻ കൊണ്ടോ ഉണ്ടാകുന്ന പൊല്യൂഷൻ കൺട്രോൾ കൊണ്ടും അതുണ്ടാവാം. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഈ കാരണങ്ങൾ കൊണ്ടും ത്രെഡ് ഓഫ് വൈൽഡ് ലൈഫ് ഉണ്ടാവാം. ഇത് ചെറുതായിട്ടാണ് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തത് WWF. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മക്കളെ WWF എന്ന് പറയുന്നത്? വേൾഡ് വൈഡ് ഫണ്ട്. ഈ വേൾഡ് വൈഡ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു സ്വിസ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. 1961 അതെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്.
തുടങ്ങുന്നത്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രകൃതികൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ജീവജാലങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഫണ്ട് നൽകുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഇത് വേൾഡ് വൈഡ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. വേൾഡ് വൈഡ് വേൾഡ് ലാർജസ്റ്റ് കൺസർവേഷൻ ഓർഗനൈസേഷൻ വിത്ത് ഓവർ 5 മില്യൺ സപ്പോർട്ടേഴ്സ് വേൾഡ് വൈഡ്. 5 മില്യണോളം സപ്പോർട്ടേഴ്സ് ലോകത്തെങ്ങാനും ഇങ്ങാനും ഉണ്ട്. ഓക്കെ, working in more than 100 countries and supporting around 3,000 conservation and environmental projects. വേൾഡ് വൈഡ് ഫണ്ട് ഗ്യാൻ പാൻഡ, നമ്മൾ എല്ലാവർക്കും അറിയാം, ഇതാണ് ഗ്യാൻ പാൻഡ എന്ന് പറയുന്ന ഇതിന്റെ ലോഗാണ്. ആ ഗ്യാൻ പാൻഡ ആണ് അവരുടെ ലോഗോ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ മുദ്രയായിട്ട് അവര് വെച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഫണ്ട് ഗ്യാൻ പാൻഡ ലോഗോ ഒറിജിനേറ്റഡ് ഫ്രം ദ പാൻഡ നെയ്മഡ് ചീച്ചി എന്ന് പറയുന്ന ഒരു പാണ്ടയിൽ നിന്നാണ്. ദാറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ബീജിംഗ് സൂ ടു ലണ്ടൻ സൂ ഇൻ 1958. ബീജിംഗ് സൂവിൽ നിന്ന് ലണ്ടൻ സൂവിലേക്ക് 1958 അതിനെ മാറ്റപ്പെട്ടു. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ നിന്നാണ് മാറ്റപ്പെട്ടത്, എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ഇതിനെ നെയിം എടുത്ത പാണ്ഡയെ പേര് വെച്ചിരിക്കുന്നത് എന്താണ്, ചീച്ചി എന്നായിരുന്നു പേര് വെച്ചിരിക്കുന്നത്, ചീച്ചി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് മേജർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ ഇന്ത്യ. ആദ്യത്തെ നമുക്ക് സുന്ദർബൻസ് നാഷണൽ പാർക്കിനെ കുറിച്ച് പറയാം. ഇറ്റ് ഈസ് എ ടൈഗർ റിസർവ് ആൻഡ് ബയോസ്ഫിയർ റിസർവ് സെന്റർ. ടൈഗർ റിസർവ് ആയിട്ടുള്ള ഒരു സെന്റർ ആണ്. മേജർ ആയിട്ട് നോക്കുന്നത് ടൈഗർ റിസർവ് സെന്റർ ആണ്. സിറ്റുവേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഡിക്ലെയർഡ് ആസ് ടൈഗർ റിസർവ്ഡ് ഇൻ 1973 ഇതിനെ എന്തായിട്ട് മാറ്റുന്നത്, ടൈഗർ റിസർവ്ഡ് ആയിട്ട് മാറ്റുന്നത്. രണ്ടാമത് ഇറ്റ് ഡിക്ലെയർഡ് ബയോസ്ഫിയർ റിസർവ് ആവുന്നത് 1977. അപ്പൊ മക്കളെ ടൈഗർ റിസർവ് ആവുന്നത് എപ്പോഴാണ്, 1973. ടൈഗർ റിസർവ് ആവുന്നത് 1973, ബയോസ്ഫിയർ റിസർവ് ആവുന്നത് 1977. അത് കഴിഞ്ഞിട്ട് ഓൺ May 4, 1948, 1984 മെയ് 4 ഇതിനെ നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ബംഗാൾ ടൈഗർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ടൈഗർ വിഭാഗമാണ് ബംഗാൾ ടൈഗർ. ആ ഒരു ബംഗാൾ ടൈഗർ എവിടെയാണുള്ളത്, ഈ ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. സുന്ദർബൻ നാഷണൽ പാർക്കിൽ, അത് വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക. ഇതൊരു ടൈഗർ റിസർവ്ഡ് ആണ്. എപ്പോഴാണ് ടൈഗർ റിസർവ് ആവുന്നത്, 1973. എപ്പോഴാണ് ബയോസ്ഫിയർ ആവുന്നത്, 1977. എപ്പോഴാണ് ഇത് നാഷണൽ പാർക്കിന്റെ ഇതിനെ ടാഗ് കിട്ടുന്നത്, May 4, 1984. ഇതിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഏതാണ്, ബംഗാൾ ടൈഗർ എന്നുള്ള സ്പെഷ്യാലിറ്റിയിലൂടെയാണ് സുന്ദർബൻ നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് എന്നും കൂടി നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇവിടെ കാണപ്പെടുന്ന വേറെ 2 ജീവികളെ കുറിച്ച് നമുക്ക് നോക്കാം. ബ്ലൂ ആൻഡ് കിങ്ഫിഷർ. ഇതാണ് ആ പിക്ചർ. നല്ല ഭംഗിയുള്ള നീല ഇതിലുള്ള ബ്രൗൺ ഷേഡ്സ് ഒക്കെ ഉള്ള ഒരു ജീവിയാണ്. എന്താണ് പേര് മക്കളെ, ബ്ലൂ ആൻഡ് കിങ്ഫിഷർ എന്നാണ് ഇതിനെ പറയുന്നത്. ദ ബ്ലൂ ആൻഡ് കിങ്ഫിഷർ വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ അമേരിക്കൻ നാച്ചുറലിസ്റ്റ് തോമസ് ഹോഴ്സ്ഫീൽഡ്. ആരാണ് ആദ്യം ഡിസ്കവർ ചെയ്യുന്നത്, തോമസ് ഹോഴ്സ്ഫീൽഡ്. ഇത് നോക്കുമ്പോൾ നമ്മൾ നോക്കാം, ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ എഴുതണം അബു സലീം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗോവയിലുള്ള ഒരു നാഷണൽ പാർക്ക് ഒക്കെ ഉണ്ട്, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പൊ അതും കൂടി നോക്കി വെക്കുക. ഓക്കെ, 1821 ഇദ്ദേഹം ഇത് കണ്ടെത്തുന്നത്. ഇതിന്റെ സയന്റിഫിക് നെയിം ആൽസെഡോ മീനിങ് എന്നാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി നോക്കാം. പിന്നെയാണ് ഗംഗസ്റ്റിക് ഡോൾഫിൻ. എല്ലാവർക്കും അറിയാം, ഗംഗസ്റ്റിക് ഡോൾഫിനെ ഒരുപാട് ന്യൂസിലൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. ഗംഗസ്റ്റിക് ഡോൾഫിൻസും ഇവിടെ കാണുന്നുണ്ട്. ഗംഗാസ് റിവർ ഡോൾഫിൻസ് പ്രിഫർ ഡീപ്പ് വാട്ടർ ആൻഡ് അറൗണ്ട് കോൺഫ്ലുവൻസ് ഓഫ് റിവേഴ്സ്. ഇതിനെക്കുറിച്ച് വലിയ കൂടുതലായിട്ട് നോക്കണ്ട, ഗംഗസ്റ്റിക് ഡോൾഫിൻസും ഇവിടെ കാണുന്നുണ്ട് എന്ന് നോക്കി വെച്ചാൽ മതി. രണ്ടാമത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. എന്താണ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഓക്കെ, ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തത്, ഇതൊരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് റിസർവ് ഇൻ ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള
ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു ഓൾഡ് ഫോറസ്റ്റ് ഏരിയ ആണ് എന്ത്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇത് എവിടെയാണ് സിറ്റുവേറ്റഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നൈനറ്റാൽ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡ്. എവിടെയാണ് മക്കളെ? നൈനറ്റാൽ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡിലാണ് എന്തുള്ളത്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉള്ളത്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉള്ളത് എവിടെയാണ്? നൈനറ്റാൽ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡ്. ഇത് സെറ്റപ്പ് ചെയ്യുന്നത് 1936 കൂടി മനസ്സിലാക്കി വെക്കുക. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. ഫേമസ് സിഗ്നിഫിക്കന്റ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ബംഗാൾ ടൈഗർ. ഇവിടെയും ബംഗാൾ ടൈഗർ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതിന് ടാഗ് കിട്ടുന്നതും ബംഗാൾ ടൈഗറിലൂടെയാണ്. ദ പാർക്ക് ഈസ് ഫേമസ് ഫോർ റോയൽ ബംഗാൾ ടൈഗർ ആൻഡ് ഏഷ്യാറ്റിക് എലഫൻസ്. ഏഷ്യാറ്റിക് എലഫൻസും ഇവിടെ കാണുന്നുണ്ട്. ദ പാർക്ക് ഹാസ് 6 എക്കോ ടൂറിസം സോൺ. 6 എക്കോ ടൂറിസം സോണുകളുണ്ട്. ദിക്കാല, ബിജ്റാണി, ജിർണ, സൊണനാടി, ദുർഗദേവി ആൻഡ് ദേല എന്നൊക്കെ പറയുന്ന ആറ് എക്കോ ടൂറിസ്റ്റ് സെന്റേഴ്സും അവിടെ കാണുന്നുണ്ട്. ദ നാഷണൽ പാർക്ക് ഈസ് പ്രൊട്ടക്റ്റഡ് ഏരിയ കവേർഡ് ബൈ ആരുടെ ഇതിലാണ്? വേൾഡ് വൈഡ് ഫണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വേൾഡ് ഫണ്ട് ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. സ്വിസ് ബേസ്ഡ് ആയിട്ടാണ് ആദ്യം തുടങ്ങിയത്. അവരാണ് ഇവിടെ ഫണ്ട് ചെയ്യുന്നത്. നാച്ചുറൽ അണ്ടർ their direct arc landscape program. The program is intended on the protection of 3 of the 5 flagship species. ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഒരു ഏരിയ ഓഫ് എന്താണ്, ഫോറസ്റ്റോ അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് നാഷണൽ പാർക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നമ്മൾ സാധനം എടുക്കുമ്പോൾ അവിടെ മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആ ഒരു ഫോറസ്റ്റിനെ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടി റിസർവ് ചെയ്യുമ്പോൾ ആ ഒരു ജീവിയെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഫോറസ്റ്റോ ആ ഒരു വൈൽഡ് ലൈഫോ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ്, ആ ഒരു ജീവിയുടെ കൂട്ടത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആയിട്ട് നെയ്മലി ബംഗാൾ ടൈഗർ, ഏഷ്യാറ്റിക് എലഫന്റ്, ഗ്രേറ്റ് വൺ ഹോൺഡ് റൈനോ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഗ്രേറ്റ് വൺ ഹോൺഡ് റൈനോ ഒക്കെ നമ്മൾ പറയാൻ പറ്റുക നമുക്ക് COVID-19 സമയത്തിൽ ഒരുപാട് ആളുകൾ അതിന്റെ കൊമ്പുകളൊക്കെ മുറിക്കുകയും അതിനെ കൊല്ലുകയൊക്കെ ഹണ്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഭയങ്കര ന്യൂസിലൊക്കെ കണ്ടുവന്നാണ്. കോവിഡിനെ പോലെ തന്നെ ഈ ഒരു സമയത്ത് അവിടെയും ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ഏരിയയിൽ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഈ അടുത്തും കൂടി നടന്നു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഗിർ ഫോറസ്റ്റിനെ കുറിച്ചാണ്. ഗിർ ഫോറസ്റ്റ് എവിടെയാണ് മക്കളെ? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗുജറാത്തിലാണ്. ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ട് ഏഷ്യാറ്റിക് ലയൺസ് ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏഷ്യാറ്റിക് ലയൺസ് കാണപ്പെടുന്നത് ഗിർ ഫോറസ്റ്റിലാണ്. ഇപ്പൊ ഒരുപാട് സ്റ്റഡികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് ലയൺസ് ഗിർ ഫോറസ്റ്റിൽ മാത്രമല്ല ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇതിനെ പിക്ക് ചെയ്തിട്ട് കുറച്ച് സ്പീഷീസിനെ നമ്മുടെ ഈ എന്താണ് ലെപ്പാർഡ്സിനെ നമ്മളിപ്പോ കൊണ്ടുവന്നിട്ട് പരീക്ഷിച്ചല്ലോ ഒരു ഫോറസ്റ്റില്. അതേപോലെ തന്നെ ഏഷ്യാറ്റിക് ലയൺസിനെ നമുക്ക് എടുത്തിട്ട് വേറെ ഇന്ത്യയിൽ തന്നെയുള്ള വേറെ അതിന്റെ ഭൂപ്രകൃതിയും അതിന് സാമ്യമായിട്ടുള്ള സാഹചര്യവും ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ട് നമുക്ക് അതിനെ താമസിപ്പിച്ചാലോ എന്നും കൂടി ഉള്ള പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം മേ ബി ഗിർ ഫോറസ്റ്റിൽ നിന്ന് ഇത് എലിമിനേറ്റ് ആയി പോയാൽ അല്ലെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു സ്പീഷീസിനെ തിരിച്ചു കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രൊജക്റ്റുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏഷ്യാറ്റിക് ലയൺസ് എന്റെ പേരിലാണ് ഗിർ ഫോറസ്റ്റ് ഫേമസ് ആവുന്നത്. അത് എവിടെയാണുള്ളത് മക്കളെ? ഗുജറാത്തിലാണുള്ളത്. ഓക്കെ, ദ കാൽമേശ്വർ ഡാം ഹാസ് മാർഷ് ക്രോക്കോഡൈൽ ആൻഡ് ബേർഡ്സ് സച്ച് ആസ് ഇന്ത്യൻ സ്കിമ്മേഴ്സ് ആൻഡ് പെലിക്കൻസ്. ഇത് രണ്ടും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ അവസാനം ഇപ്പൊ ഇല്ലാതായി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 2 ജീവികളാണ്. ഈ 2 പക്ഷികളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഒന്ന് ഇന്ത്യൻ സ്കിമ്മേഴ്സ് എന്ന് പറയും, പിന്നെ ഒന്ന് പെലിക്കൻസ് എന്ന്. കണ്ടില്ലേ, അതിന്റെ വായൊക്കെ നല്ല വലിയ മീനിനൊക്കെ അതിനെ ഒറ്റയടിക്ക് വിഴുങ്ങാനൊക്കെ പറ്റുന്ന ജീവിയാണ്. ഇതേപോലത്തെ ഒരു ജീവി അടുത്ത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ ഒക്കെ ഉള്ള സമയത്ത് 2019-20 ആ ഒരു ടൈമില് ഞങ്ങളുടെ ഇവിടെ ലക്ഷദ്വീപിലൊക്കെ വന്നിട്ട് ഏതോ ഒരു ദേശാടന പക്ഷി, ആസ്ട്രേലിയൻ ഒറിജിൻ ആണെന്ന് തോന്നുന്നു, അതിവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിനെ കുറച്ച് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ട് അതെന്ത് ചെയ്തു, പിന്നെ തിരിച്ച് പറത്തി വിടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ജീവികൾ നമ്മുടെ
ദേശാടന പക്ഷികൾ പോലെ. അപ്പൊ ഈ ഒരു കൊക്ക് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിനെ പെലിക്കൻസ് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. പിന്നെ അടുത്തതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരി മൗണ്ടെയ്ൻസിലാണ്. വെസ്റ്റേൺ ഗഡ്സ് ആൻഡ് സൗത്ത് ഇന്ത്യയിലാണ്. വെസ്റ്റേൺ ഗഡ്സ് എവിടെ നിന്നൊക്കെയാണ് നമുക്കറിയാം, പാലക്കാട് റീജിയൻ, നമ്മുടെ കേരളത്തിന്റെ പാലക്കാട് റീജിയൻ, കേരളത്തിന്റെ മേജർ റീജിയൻസ് ഒക്കെ വെസ്റ്റേൺ ഗഡ്സിന്റെ ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. It is the largest protected forest areas in India, spreading across Tamil Nadu, Karnataka, Kerala. എവിടെ നിന്നൊക്കെയാണ് ഇത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇതാവുന്നത്? തമിഴ്നാട്, കർണാടക, കേരള ഭാഗങ്ങളിലൊക്കെ ഇത് പടർന്നെടുക്കുന്നു. നീലഗിരി ബയോസ്ഫിയർ റിസർവ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1986. 1986 ഇതെന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇത്രയും പോയിന്റ്സ് മാത്രം നോക്കി വെച്ചാൽ മതി. വെസ്റ്റേൺ ഗഡ്സിലാണുള്ളത് നോക്കി വെച്ചാൽ 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവ് മെയിൻ ആയിട്ട് കാണുന്നത് എന്നും കൂടി നോക്കി വെച്ചാൽ. പിന്നെയാണ് നമുക്ക് നെമ്പട നാഷണൽ പാർക്ക്. നെമ്പട നാഷണൽ പാർക്ക് 1985 കിലോമീറ്റർ സ്ക്വയർ ലാർജർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ കാണപ്പെടുന്ന ഒരു ഫോറസ്റ്റ് ഏരിയാസ് ആണ് ഇത്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്. The park was established in 1983. 1983 ഈ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് 1986. നെമ്പട നാഷണൽ പാർക്ക് വരുന്നത് 1983. യു ക്യാൻ സ്പോട്ട് ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയേഴ്സ്. ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയേഴ്സ് ഇവിടെയാണ് കാണുന്നത്. ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയേഴ്സ് എവിടെയാണ് കാണുന്നത് മക്കളെ? നെമ്പട നാഷണൽ പാർക്ക്. നെമ്പട നാഷണൽ പാർക്ക് ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയേഴ്സ് കാണുന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയേഴ്സ് ആണെന്ന്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നെമ്പട നാഷണൽ പാർക്സിൽ. ആ ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തേക്കണം. പിന്നെ വരുന്നതാണ് വണ്ടലൂർ റിസർവ് ഫോറസ്റ്റ്. വണ്ടലൂർ റിസർവ് ഫോറസ്റ്റ് തമിഴ്നാടിലാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ള റിസർവ് ഫോറസ്റ്റ് ആണെന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ കെൻഹ നാഷണൽ പാർക്ക്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക് ആട്ടോ മക്കളെ. കെൻഹ നാഷണൽ പാർക്ക്. കെൻഹ നാഷണൽ പാർക്കിനെ നമ്മൾ കെൻഹ ടൈഗർ റിസർവ് എന്നും കൂടി പറയുന്നു. കെൻഹ ടൈഗർ റിസർവ് എന്നും കൂടി പറയുന്നു. ഇൻ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ഗ്രാസ്ലാൻഡ് ഫോറസ്റ്റ് ഇൻ സെൻട്രൽ ഇന്ത്യ, സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. എവിടെയാണ് മക്കളെ കെൻഹ നാഷണൽ പാർക്ക് ഉള്ളത്? മധ്യപ്രദേശിലാണ് കെൻഹ നാഷണൽ പാർക്ക് നമുക്ക് കാണുന്നത്. The park's floral and fauna are documented in the parks of കെൻഹ മ്യൂസിയം. അപ്പൊ ഇതിന്റെ ഒരുപാട് പിക്ചേഴ്സും ഒരുപാട് മരങ്ങളുടെയും ഡെമോ ഒക്കെ അതിന്റെ ഒരു പാർട്സ് ഒക്കെ നമുക്ക് എടുത്തിട്ട് അവിടുത്തെ കെൻഹ മ്യൂസിയത്തിൽ നമുക്ക് വിസിറ്റിങ്ങിന് കാണുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ദ സിഗ്നിഫിക്കൻറ്റ് പോപ്പുലേഷൻ ഓഫ് ദ ഫോളോയിങ് സീൻ ഇൻ കെൻഹ നാഷണൽ പാർക്ക് ഏതൊക്കെയാണ്? റോയൽ ബംഗാൾ ടൈഗർ അവിടെ ഉണ്ട്, ലെപ്പാർഡ്സ് ഉണ്ട്, സ്ലോത്ത് ബിയേഴ്സ് ഉണ്ട്, ബാരാസിംഹ ഉണ്ട്, ഇന്ത്യൻ വൈൽഡ് ഡോഗ് ഉണ്ട്. പിന്നെ ദ ഡിപ്ലീഷൻ ഓഫ് ദ ടൈഗർ പോപ്പുലേഷൻ ഇൻ ദ ഇയർ. ഈ ഭാഗങ്ങളിൽ കെൻഹ നാഷണൽ പാർക്ക് ന്യൂസിലൊക്കെ ഒരുപാട് ഫേമസ് ആയ കാരണം അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടൈഗർ, അവിടുത്തെ ടൈഗേഴ്സിന്റെ പോപ്പുലേഷൻ പോസ്റ്റ് 1957 മുതൽ ഇപ്പൊ 1952 കാലഘട്ടം വരെ നമുക്ക് ഒരു സെൻസസ് പ്രകാരം നോക്കിയപ്പോൾ അവിടുത്തെ ടൈഗേഴ്സിന്റെ അളവ് കുറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ബൈ ദ സ്പീഷീസ് സ്റ്റാറ്റ്യൂ 1955 കെൻഹ നാഷണൽ പാർക്ക് ബീയിങ് കെയിം ഇൻ ടു ബി. അപ്പോഴാണ് അത് വന്നത്. Since then, a series of stringent conservation program of the protection of both the park's flora and fauna has given Kenya its deserved reputation for being one of the finest and best administrated national parks in Asia. The same abundance of wildlife existent as the past. ഇത് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിക്ക് ആ ഒരു ഭാഗത്ത് എന്താണ് ടൈഗേഴ്സിന്റെ നാഷണൽ ഉണ്ടായി വരുന്നത്. മേജർ ആയിട്ട് നിങ്ങൾക്ക് ഈ സ്പീഷീസ് ഒക്കെ ഏതൊക്കെയാണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് കാരണം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ റോയൽ ബംഗാൾ ടൈഗറിന്റെ ഇതിലാണ് കെൻഹ നാഷണൽ പാർക്ക് ഉണ്ടായിരുന്ന നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇനി ടഡോബ അന്താരി ടൈഗർ റിസർവ്. ടഡോബ അദാരി ടൈഗർ റിസർവ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ചന്ദ്രപൂർ ഡിസ്ട്രിക്ട് മഹാരാഷ്ട്ര. ചന്ദ്രപൂർ ഡിസ്ട്രിക്ട് മഹാരാഷ്ട്രയിലാണ് മക്കളെ ഈ ഒരു ടൈഗർ ടഡോബ അദാരി ടൈഗർ റിസർവ്
സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയാണ് ഓൾഡസ്റ്റ് ആൻഡ് ലാർജ് നാഷണൽ പാർക്കാണ് ടധോര അദാരി ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. വൺ ഓഫ് ഇന്ത്യസ് 50 പ്രൊജക്ട് ടൈഗർ റിസർവ് എന്ന് വെച്ചാൽ പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഗവൺമെന്റിന്റെയും ഫോറസ്റ്റിന്റെയും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലൂടെ അവരൊരു പ്രൊജക്ട് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അതിന്റെ പേരാണ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിലുള്ള ഒരു പ്രൊജക്റ്റും കൂടിയാണ് ടഡോബ അദാരി ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ടഡോബ അദാരി ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. തദോബ അദാരി ടൈഗർ റിസർവ് Okay, Tadoba Adari Tiger Reserve was established as the second tiger reserve Maharashtra, second reserve in Maharashtra 1993-1994. Okay, established ചെയ്തിരിക്കുന്നത്. The first tiger reserve established in the state is Melghat Tiger Reserve. ഇവിടെ തന്നെ നമ്മൾ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഉണ്ടായിരുന്നു മെൽഘാട്ട് ടൈഗർ റിസർവ് ആയിരുന്നു. 1973-74 അത് വന്നത്. പിന്നെ വന്നതാണ് തദോബ അദാരി ടൈഗർ റിസർവ് വന്നത്. പിന്നെയാണ് നമുക്ക് മാധവ് നാഷണൽ പാർക്ക് വരുന്നത്. മാധവ് നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് ശിവംപൂരി ഡിസ്ട്രിക്ട് മധ്യപ്രദേശിലാണ്. എവിടെയാണ് മക്കളെ? ശിവംപൂരി ഡിസ്ട്രിക്ട് മധ്യപ്രദേശിലാണ് മാധവ് നാഷണൽ പാർക്ക്. എന്ന് ഓർത്ത് വെച്ചാൽ മാധവ് നാഷണൽ. നമ്മുടെ തമിഴിലെ ഒരു സിനിമ നടനൊക്കെ അല്ലേ സ്നേഹിതനെ, ആ പാട്ടൊക്കെ ഉള്ള സിനിമയിലുള്ള മാധവ്. ഓക്കെ, മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവംപൂരി ഡിസ്ട്രിക്ട്. നിങ്ങൾ ഓരോന്നും ഓർത്ത് വെക്കുമ്പോൾ അതിനിങ്ങനെ കണക്ട് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ക്ലൂ ആയിട്ട് വെച്ച് ഓർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മറക്കില്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അപ്പർ വിന്ധ്യൻ ഹിൽസിന്റെ അപ്പർ ഭാഗങ്ങളിലാണ് ഈ ഒരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഹിസ്റ്ററി: ദ പാർക്ക് വാസ് ഹണ്ടിങ് ഗ്രൗണ്ട് ഓഫ് മുഗൾ എംപയേഴ്സ്. അന്നത്തെ കാലഘട്ടത്തിൽ മുഗൾ രാജാക്കന്മാരും മഹാരാജ ഗൗലിയോറൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ആ നാട്ടുരാജ്യങ്ങളാവുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു? ഇവിടെ ഇവരെ ഹണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് കൂടെ നമുക്ക് അറിയാലോ. ഐതിഹ്യങ്ങളിലൊക്കെ പല രാജാക്കന്മാര് ഹണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് അവർ ഹണ്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഈ ശിവപുരി ഡിസ്ട്രിക്റ്റിലെ മാധവ് നാഷണൽ പാർക്ക് ആയിരിക്കുന്ന ഇപ്പോഴത്തെ സ്ഥലങ്ങൾ. ദ പാർക്ക് ഫാൾസ് വിത്തിൻ വൺ ഓഫ് ദ 32 മേജർ ടൈഗർ കോറിഡോർ ഓഫ് ദ കൺട്രി. അഥവാ 32 മേജർ ടൈഗർ കോറിഡോറിലുള്ള അതിൽ ഒന്നാണ് നമ്മളെ മാധവ് നാഷണൽ പാർക്ക്. ഓക്കെ, വിച്ച് ഓപ്പറേഷണലി ത്രൂ ദ ടൈഗർ കൺസർവേഷൻ പ്ലാൻ. ടൈഗർ കൺസർവേഷൻ പ്ലാൻ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന വലിയതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ജീവിയാണ്, മെയിൻ ആയിട്ടുള്ള ഐക്യനായിട്ടുള്ള ഒരു ജീവിയാണ് ടൈഗർ എന്ന് പറയുന്നത്. അപ്പൊ ആ ടൈഗറിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു പ്ലേസും കൂടിയാണ് മാധവ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് ഈ പാർക്കിന്റെ ഈ ടൈഗർ റിസർവ് പ്ലാൻ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ ബാക്കിൽ പറയുന്നുണ്ട്. എന്നാലും മക്കള് കൂടുതലായിട്ട് വായിക്കേണ്ട ആക്ടാണ്. ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാം. ഏത് ഭാഗത്തു നിന്ന്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാം. ഇനി ബന്ദവഗ്ര നാഷണൽ പാർക്ക്. ബന്ദവഗ്ര നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് ഉമേറ ഡിസ്ട്രിക്റ്റിലാണ്, മധ്യപ്രദേശ്. ഉമേറ ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് മധ്യപ്രദേശിലെ ഉമേറ ഡിസ്ട്രിക്റ്റ്. അപ്പൊ ഉമേറ ഡിസ്ട്രിക്റ്റ് മധ്യപ്രദേശിലാണ് എന്തുള്ളത്? ബന്ദവഗ്ര നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിൽ തന്നെയാണ്. ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ വിന്ധ്യ ഹിൽസിൽ തന്നെ ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. നാഷണൽ പാർക്ക് സീൻ എന്താണ്? ബദ്വഗ്ര നാഷണൽ പാർക്ക് ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 1968 അത് കഴിഞ്ഞിട്ട് ഇത് ബിക്കം ടൈഗർ റിസർവ്ഡ് ആവുന്നത് 1993 ഇത് ടൈഗർ റിസർവ്ഡ് ആയി മാറുന്നത്. നാഷണൽ പാർക്ക് ആവുന്നത് എപ്പോഴാണ് മക്കളെ? 1968 ടൈഗർ റിസർവ് ആവുന്നത് 1993. ഈ പോയിന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആട്ടോ. എപ്പോഴാണ് നാഷണൽ പാർക്ക് ആവുന്നത്, എപ്പോഴാണ് അതിന് ടൈഗർ റിസർവ് സെന്റർ ആവുന്നത് എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ആ ഡേറ്റ്സുകളൊക്കെ നോക്കി വെക്കുക. ഇറ്റ് ഡെറൈവ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ മോസ്റ്റ് പ്രോമിനന്റ് ഹില്ലോക്ക് ഓഫ് ദ ഏരിയ. അതൊന്നും നോക്കണ്ട, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഈ ഡേറ്റുകളൊക്കെ നോക്കി വെക്കുക. ഇറ്റ് ഈസ് നോൺ ഫോർ
Royal Bengal tiger, density of the tiger population, Bandhavgarh is the highest known in India. ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന ബാൻധവ്ഗ്ര നാഷണൽ പാർക്ക്. ആസ് ഇൻ ദ വേൾഡിലാണ്, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിൽ കൂടി തന്നെ ഏറ്റവും കൂടുതൽ റോയൽ ബംഗാൾ ടൈഗർ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, വേറെ ഒന്നും ഇതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട. പിന്നെ നമുക്ക് അടുത്തൊരു നാഷണൽ പാർക്കാണ് പിച്ചവരം നാഷണൽ പാർക്ക്. മക്കളെ, ഞാനിങ്ങനെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കി നോക്കി പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ PDF അങ്ങോട്ട് ഞാൻ ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഓരോ നാഷണൽ പാർക്കിനെ കുറിച്ചും കൂടുതലായിട്ടും കൂടി നോക്കിയിട്ട് പോകണം കേട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് ചോദിക്കാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുപോവാതിരിക്കാനുള്ള കുറച്ച് നാഷണൽ പാർക്സിന്റെ പേരും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ PPT ക്ലാസ് എടുക്കുന്നത്. അപ്പൊ കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യുക, കൂടുതൽ റിവിഷൻ നടത്തിയാൽ മാത്രമേ പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ചും കൂടി ഇതാക്കുക. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാവുന്നുള്ള ബോധം വേണം. ഓക്കെ, നമ്മളാണ് നമ്മുടെ സമയം കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. പിച്ചവരം നാഷണൽ പാർക്കിനെ കുറിച്ച് പറയാണ്. പിച്ചവരം നാഷണൽ പാർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാംഗ്രൂവ് ഫോറസ്റ്റിലാണ്. മക്കളെ, ഏറ്റവും കൂടുതലുള്ള എന്തിലാണ്? മാംഗ്രൂവ് ഫോറസ്റ്റ് കാണുന്ന ഏറ്റവും കൂടുതൽ മാംഗ്രൂവ് ഫോറസ്റ്റ് കാണുന്ന സ്ഥലമാണ് പിച്ചവരം നാഷണൽ പാർക്ക്. തമിഴ്നാടുവിലാണ് ഉള്ളത്. നമ്മുടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സുനാമികളൊക്കെ വരുമ്പോൾ നമ്മൾ തരണം ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് അതിന്റെ ഡെമോസ് ഒക്കെ ഇപ്പൊ കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഈ മാംഗ്രൂവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സുനാമികളെയും അതിന്റെ വീവ്സിനെയും ഒക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മാംഗ്രൂവ് ജംഗിൾസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാംഗ്രൂവ് ജംഗിൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്, അതും തമിഴ്നാടുവിലാണ്, പിച്ചവരം നാഷണൽ പാർക്കിലാണ്. ദ ഫോറസ്റ്റ് ഈസ് ഹോം ടു സം 15 ഐലൻഡ്സ് ആൻഡ് ഓവർ 4000 കനാൽസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ദ സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഇൻ ദ വേൾഡ്. രണ്ടാമത്തെ മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് വേൾഡിലെ തന്നെ രണ്ടാമത്തെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതണം പിച്ചവരം നാഷണൽ പാർക്ക് എന്ന്. ഓക്കെ, അടുത്തതാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏകദേശം 874 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ള ഒരു ഇതാണ്. പോപ്പുലേഷൻ, ടൈഗർ പോപ്പുലേഷൻ, സ്മോളസ്റ്റ് പോപ്പുലേഷൻ ടൈഗർ ആണ് ഏറ്റവും കൂടുതൽ കർണാടകയിലാണ് എത്തുന്നത്. ബന്ദിപ്പൂർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വയനാട് കൂടി ബാംഗ്ലൂരിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെയാണ് കയറി പോവുക. അവിടെ ഏകദേശം രാത്രിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്നത് നമുക്കറിയാം. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ലൊക്കേറ്റഡ് ഇൻ കർണാടക കംപ്ലീറ്റ്ലി 15 years ആസ് എ പ്രൊജക്ട് ടൈഗർ റിസർവ് ഓൺ April 1, 2023 വന്നിട്ടുണ്ട്. ദ റിസർവ് വാസ് ലോഞ്ച്ഡ് എന്താണ് 1973 by the Prime Minister Indira Gandhi with the aim to stop the declining its population of tiger. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അന്നത്തെ സമയത്ത് അവിടെ സെൻസസ് നടക്കുകയും ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ഇതിലേക്ക് എന്ത് വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ആ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഇവിടെ ടൈഗേഴ്സിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പം മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു പ്രൊജക്ടിന്റെ ബേസിൽ അവിടെ പ്രൊട്ടക്ഷൻ ആക്കുകയും ടൈഗേഴ്സിനെ സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ച്. കാസിരംഗ നാഷണൽ പാർക്ക് വൺ ഓഫ് ദ ഇന്ത്യാസ് ഓൾഡസ്റ്റ് റിസർവ് ഏരിയാസ് ആണ്. ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഓൾഡസ്റ്റ് റിസർവ് ഏരിയാസ് ആണ്. റിസർവ് ഏരിയാസ് ആണ്. It is located in the Golaghat and Nagaon in the Karbi Anklong district, Assam. എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്കിൽ? ആസാം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് എന്തിലാണ്? ഒന്നാമത്തെ നാഷണൽ പാർക്സിന്റെ ഇതിലാണ്. രണ്ടാമത്തെ എന്താണ്? അവിടെ ബാംബൂസ് ആണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ. ബാംബൂസ് ആയിട്ടുള്ള ഒരുപാട് വീടുകളൊക്കെ നമുക്ക് അവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ട് കാണാൻ പറ്റും ആസാമിൽ. 1905 കാസിരംഗയ്ക്ക് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ഇത് കിട്ടുന്നത് 1905. എന്നിട്ട് അതിനെ റീനെയിം ചെയ്തതാണ് കാസിരംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് 1950. 1974 ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർഡ് ദ ഏരിയ ആസ് എ നാഷണൽ പാർക്ക്. എപ്പോഴാണ്? 1974
ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഡിക്ലെയർ ചെയ്തു, ഇതൊരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യുക ചെയ്തു മക്കളെ. എന്നിട്ട് ബൈ ദ ടൈം ദ ഏരിയ ഓഫ് ദ പാർക്ക് ഹാഡ് ഇൻക്രീസ്ഡ് അബൌട്ട് 430 സ്ക്വയർ കിലോമീറ്റർ ഫ്രം ദ ഒറിജിനൽ 232 സ്ക്വയർ കിലോമീറ്റർ. 232 സ്ക്വയർ കിലോമീറ്ററിൽ നിന്ന് 430 സ്ക്വയർ കിലോമീറ്ററിലേക്ക് നാഷണൽ പാർക്ക് ആക്കി മാറ്റിയപ്പോൾ അതിനെ എലാബറേറ്റ് ചെയ്തു. യുനെസ്കോ ഡിക്ലെയർഡ് കാസിറംഗ നാഷണൽ പാർക്ക് ആസ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നാണ് കാസിറംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. 1985 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ കാസിറംഗയ്ക്ക് എപ്പോഴാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ 1985 എന്ന് മറക്കാതെ എഴുതി വെക്കുക. ഓക്കെ, ഈ ലോകത്തിലെ തന്നെ മൂന്നിൽ രണ്ട് ഭാഗം, രണ്ടോളം പെർസെൻറ്റേജ് എന്തിലുണ്ട്, ഇവിടെ റൈനോസേഴ്സിനെ കാണുന്നുണ്ട്. അഥവാ 3% ആണെന്നുണ്ടെങ്കിൽ തേർഡ് നമ്പർ ഏറ്റവും ലാർജസ്റ്റിൽ നിന്ന് രണ്ടോളം ഏറ്റവും കൂടുതൽ, അതിലും മെജോറിറ്റി ഓഫ് റൈനോസേഴ്സ് നമ്മളെ രാജ്യത്തായിട്ടാണ് കാണുന്നത്. അതെവിടെയാണ്? കാസിരംഗ നാഷണൽ പാർക്കിലാണെന്ന് മനസ്സിലാവും. 2006 ഇന്ത്യൻ ഗവൺമെന്റ് ഡിക്ലെയർഡ് ആസ് എ ടൈഗർ റിസർവ്. എപ്പോഴാണ് മക്കളെ ടൈഗർ റിസർവ് ആക്കി ഇത് മാറ്റുന്നത് നോക്കുമ്പോൾ 2006 ഇതിനെ ടൈഗർ റിസർവ് ആക്കി മാറ്റുന്നത്. ഓക്കെ, നമുക്ക് കാസിരംഗ വൺ ഹോൺ റൈനോസേഴ്സ് ഒരുപാടുള്ള സ്ഥലമാണ്. ദ ഗ്രേറ്റ് വൺ ഹോൺ റൈനോസേഴ്സ് ഇൻ ദ ലാർജസ്റ്റ് ഓഫ് ദ 3 ഏഷ്യൻ റൈനോസേഴ്സ് ആൻഡ് ടുഗദർ വിത്ത് ആഫ്രിക്കൻ വൈറ്റ് റൈനോസേഴ്സ് ഇൻ ദ ലാർജസ്റ്റ് ഓഫ് ആൾ റൈനോസേഴ്സ്. റൈനോസേഴ്സിന്റെ ഒരുപാട് നമ്മൾ പറഞ്ഞു, അത് കാണുന്നത് ഇവിടെയാണ്. വിത്ത് ലീസ്റ്റ് ഹാഫ് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ റൈനോസ്, ഇന്ത്യസ് കാസിരംഗ നാഷണൽ പാർക്ക് റിമെയിൻഡ് ആസ് എ ക്രിട്ടിക്കൽ റിസർവ് ഫോർ ദ സ്പീഷീസ്. അതുപോലെ ഈ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓൺ ദ IUCN റെഡ് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. കാരണം ഒരുപാട് ജീവികൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് വൺ ഹോൺ റൈനോ ഐഡന്റിഫൈഡ് ബൈ ദ സിംഗിൾ ബ്ലാക്ക് ഹോൺ അബൌട്ട് 8 to 25 inches ലോങ് ആൻഡ് ഗ്രേ. അത് അതിനെ സ്പെഷ്യാലിറ്റി പറഞ്ഞാണ്. അപ്പോൾ വൺ ഹോൺഡ് ആയിട്ടുള്ള റൈനോസും നമ്മൾ പറഞ്ഞല്ലോ, 2019 ഒരുപാട് അതിന് നാശനഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഹണ്ട് ചെയ്തിട്ടൊക്കെ. സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇവിടെ ഉണ്ട്. സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് 2015 അവർ മുമ്പോട്ട് വന്നത്. അവരെന്താണ് 82 മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ടീമാണ്. അസാമിൽ ഗവൺമെന്റ് എന്താണ് ബൈ ദ അപ്പോയിന്റഡ് ചെയ്തത് ഗവൺമെന്റ് ആണ്. എന്താ റൈനോസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് എന്നും കൂടി മനസ്സിലായി. ആസാം പോലീസ് ബറ്റാലിയൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നോക്കണ്ട. അവിടെ മെയിൻ ആയിട്ടുള്ള പിന്നെ ടൈഗർ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്. ടൈഗർ വരും. അപ്പൊ ഇവിടെ നിന്ന് മെയിൻ ആയിട്ട് ചോദ്യം വരാൻ പോകുന്നത്, എപ്പോഴാണ് ഇത് നാഷണൽ പാർക്ക് ആയത്, എപ്പോഴാണ് ഇത് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത്, പിന്നെ എപ്പോഴാണ് ഇത് എന്താണ് പേര് മാറ്റുന്നത് കാസിരംഗ നാഷണൽ പാർക്ക് ആയിട്ട്, പിന്നെ റൈനോസിന്റെ സ്പെഷ്യാലിറ്റീസും അവിടെ ചോദിച്ചേക്കാം. കാസിരംഗ ആൻഡ് വെറ്റ്ലാൻഡ് ബേർഡ് സെഞ്ചുറി ബേർഡ് സെൻസസ് 2019. Okay, wetland bird census has been recorded for the following with respect to Kaziranga Park. Kaziranga National Park has recorded 96 species of wetland birds, which is one of the highest wildlife reserves in India. Okay, ഇത് മെയിൻ ആയിട്ട് നോക്കിയാൽ മതി. കാസിരംഗ വെറ്റ്ലാൻഡ് ബേർഡ് സെൻസസ് 2019 നടന്നത്. ഏകദേശം 96ഓളം സ്പീഷീസ് വെറ്റ്ലാൻഡ് ബേർഡ്സിനെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കുക. പിന്നെ നോട്ടബിൾ ഇമ്പോർട്ടൻറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് compared to first wetland bird survey in Kaziranga 2019. Okay, ഇവിടെ the most bar-headed constitution species. Okay, മെയിൻ ആയിട്ട് ഇവിടെ കാണുന്ന സ്പീഷീസിന്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നോക്കി വെക്കുക. ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചേക്കാം. The survey has been covered 4 ranges in the പാർക്ക് എന്താണ് ഈ സർവേ നടന്നത് അഗോരാടോലി, ബഗോറി, കൊഹോറ ആൻഡ് ബറൂപ്പഹാറിലൊക്കെയാണ് ഇതിനെ മെയിൻ ആയിട്ട് കോൺസെൻട്രേഷൻ നടത്താൻ നോക്കുക. പിന്നെയാണ് ബാംഗ്ലൂരു ബെന്നർഘട്ട ബയോളജിക്കൽ പാർക്ക്. Bangalore Bannerghatta Biological Park. The program provides an opportunity to get involved with the feeding and veterinary care expense for zoo animal with provision for income tax rebate under 18G.
ഓക്കെ, ഇത് മെയിനായിട്ട് നാഷണൽ പാർക്ക് വന്നത് 1974 നോക്കി വെക്കുക. ഇവിടെ മെയിനായിട്ട് കാണുന്ന ആണ് കിങ് കോബ്ര, ഇന്ത്യൻ റോക്ക് പൈത്തൺ, ബ്ലാക്ക് ബക്ക് സംപാർ, അതേപോലെ എമു, ഗോൾഡൻ ജക്കൽ, ഇന്ത്യൻ ലെപ്പാർഡ്, സ്ലോത്ത് ബിയർ, ഹിപ്പപ്പൊട്ടാമസ്, ബംഗാൾ ടൈഗർ, ജിറാഫ് ഒക്കെ ഇവിടെ ഒരുപാട് കാണുന്നുണ്ട്. BBP ബാംഗ്ലൂർ, ഓക്കെ, BBP ഹാസ് 4 ഡിവിഷൻ, ദ സൂ, ദ സഫാരി, ഇത് അവരുടെ മെയിൻ ആയിട്ടുള്ള ഇതാണ്. ദ വാലി ഓഫ് ചെമ്പകദമ ഹിൽസ് ഇൻസൈഡ് ദ പാർക്ക്, അഥവാ ചെമ്പകദമ ഹിൽസ് ഉള്ളത് ഈ പാർക്കിന്റെ അകത്താണ്. പിന്നെ വരുന്ന മെയിൻ ആയിട്ട് ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മക്കളെ. രതൻപൂർ നാഷണൽ പാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. ഏത് ഒരു എക്സാം നടക്കുകയാണെങ്കിൽ രതൻപൂർ നാഷണൽ പാർക്കിന്റെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതിലൊന്നാമത് ദ രതൻപൂർ നാഷണൽ പാർക്ക് ഈസ് എ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് മക്കളെ എന്തുള്ളത്, രതൻപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേറ്റഡ് പാർക്ക് ഗെറ്റ്സ് നെയിം രതൻപൂർ ഫോർട്ട് ലൊക്കേറ്റഡ് ഇൻ ദ സെയിം ഏരിയ. ഈ രതൻപൂർ ഫോർട്ട് അവിടെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ രതൻപൂർ നാഷണൽ പാർക്ക് എന്ന പേര് വന്നത്. നാഷണൽ പാർക്ക് ഏരിയ ഏകദേശം ബഫർ സോൺ അത് നോക്കണ്ട. ടൈഗർ റിസർവ് ഏരിയാസ് ആണ്. കവേഴ്സ് 1334 കിലോമീറ്റർ. എലവേറ്റഡ് ഏകദേശം ഇതൊന്നും നോക്കണം. വൈൽഡ് ലൈഫ് ഏതൊക്കെയാണ്? ബംഗാൾ ടൈഗേഴ്സ് ഇവിടെ പ്രസന്റ് ആണ്, ഇന്ത്യൻ ലെപ്പാർഡ്സ് പ്രസന്റ് ആണ്, നീലഗിരി പ്രസന്റ് ആണ്, വൈൽഡ് ബോർ പ്രസന്റ് ആണ്, സംബാർ പ്രസന്റ് ആണ്, സ്ട്രിപ്പ് ആൻഡ് ഹൈന പ്രസന്റ് ആണ്, സ്ലോത്ത് ബിയേഴ്സ് ഒക്കെ ഇവിടെ ഇതാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, പിന്നെ ഗുണ്ടമൽ നാഷണൽ പാർക്ക്. ഗുണ്ടമൽ നാഷണൽ പാർക്ക് ഈസ് എ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പാർക്കാണ് ഗുങ്കമൽ നാഷണൽ പാർക്ക്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1974 മക്കളെ. ഗുങ്കമൽ നാഷണൽ പാർക്ക് ആൾസോ നോൺ ആസ് മെൽഘാട്ട് നാഷണൽ പാർക്ക് റിസർവ്, നവഗോൺ നാഷണൽ പാർക്ക്. ഓക്കെ, ഇത് എന്താണ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതും മഹാരാഷ്ട്രയിലാണ്. എന്ത്, നവിഗോൺ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇറ്റ് വാസ് നോട്ടിഫൈഡ് ആസ് ദ 46th ടൈഗർ റിസർവ്ഡ് ഇന്ത്യ. 46ാമത്തെ ടൈഗർ റിസർവ് ഇതാണ്. ഡിസംബർ 2013 ഇതിനെന്താണ് ടൈഗർ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നത്. എരവിക്കുളം നാഷണൽ പാർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എരവിക്കുളം നാഷണൽ പാർക്ക് എവിടെയാണെന്ന്. നമ്മുടെ ഇവിടെയാണുള്ളത്. എരവിക്കുളം നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ് ഇൻ ദ കണ്ണൻ ദേവൻ ഹിൽസ് ഓഫ് ദ സൗത്ത് വെസ്റ്റ് ഗട്ട്സ്. ദിസ് ഈസ് ആൾസോ ലാൻഡ് നീലക്കുറിഞ്ഞി. നമുക്കറിയാം 12 കൊല്ലങ്ങളിൽ പൂക്കുന്ന ഒരു നീലക്കുറിഞ്ഞിയുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. ഒരുപാട് വിസിറ്റേഴ്സ് കാണുന്നുണ്ട് ഈ സമയത്ത്. ദ ഫ്ലവർ that became once boom in 12 years. The Anamudi Peak is situated southern side of the park. ആനമുടി ഏറ്റവും വലിയ കൊടുമുടി സൗത്തിലെ ആനമുടി പീക്ക് എവിടെയാണുള്ളത്? ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എരവിക്കുളം നാഷണൽ പാർക്കിനെ കുറിച്ച് മെയിൻ ആയിട്ട് നോക്കി വെക്കുക, അതൊരു ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മറൈൻ നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ. മറൈൻ നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ, മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. ഇതൊരു മറൈൻ നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 1983 മറൈൻ നാഷണൽ പാർക്സ്. പിന്നെ അതാണ് അടുത്ത രണ്ടാമത്തെ മറൈൻ പാർക്സ് ആണ് മറൈൻ നാഷണൽ. ആദ്യത്തെ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് അത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്. രണ്ടാമത്തെ മറൈൻ നാഷണൽ പാർക്ക് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഗൾഫ് ഓഫ് കച്ചിലാണ്. ഗൾഫ് ഓഫ് കച്ച് ഇവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെ നിന്നാണ്? 1980 ഈ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എപ്പോഴാണ് മക്കളെ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1983. മറൈൻ നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1980. മറഞ്ഞു പോകരുത് കേട്ടോ. മാൽവൻ മറൈൻ സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്യുന്നത് സിന്ധുദുർഗ് ഡിസ്ട്രിക്ട് ഓഫ് ദ കൊങ്കൺ റീജിയൻ. കൊങ്കൺ റെയിൽവേനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പാലക്കാടിലുള്ള ഈ ശ്രീധരനാണ് കൊങ്കൺ റെയിൽവേന്റെ നിർമ്മിക്കുന്ന സമയത്ത് എഞ്ചിനീയർ ആയിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ ഇവിടെ കൊങ്കൺ റെയിൽവേ ആ ഒരു കൊങ്കൺ റീജിയനിലാണ് അതുള്ളത്. മൽവൻ മറൈൻ സാങ്ച്വറി ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ദിസ് പാർക്ക് ഈസ് ഹോം ടു ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫിഷസ്. ഒരുപാട് ഫിഷസിന്റെ കൂട്ടം കാണാം. പിന്നെ ഗഹിർ മാത മറൈൻ സാങ്ച്വറി. ദ മറൈൻ പാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1997. 1997 എന്ത് ഗഹിർ
മാത മറൈൻ സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് ഒഡീഷ. ഒഡീഷയിലാണ് ഗഹിർ മാത മറൈൻ സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗഹിർ മാത. ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ നാഷണൽ പാർക്ക് തമിഴ്നാടിലാണ്. ഹൗസസ് ഓഫ് മറൈൻ പാർക്ക് വിച്ച് കൺസിസ്റ്റ് ഓഫ് 21 ഐലൻഡ്സ്, 21 ഐലൻഡുകൾ കൂടിയ ഒരു മറൈൻ നാഷണൽ പാർക്കാണ് അത്. ഇനി റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1996 ആ ഒരു ഇതും കൂടി. ഇങ്ങനെ 6 മറൈൻ നാഷണൽ പാർക്സ് ആണ് ഇന്ത്യയിലുള്ളത്. ആ 6 മറൈൻ നാഷണൽ പാർക്സിനെ കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സും സ്ഥലങ്ങളും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടി നോക്കുക. പിന്നെയാണ് പെരിയാർ ടൈഗർ റിസർവ്. PSCയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ടൈഗർ ക്ലബ് equipped naturally hunt in the forest environment. Declared sanctuary during 1950. 1950 ഇതിനെ എന്ത് ചെയ്തത് സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ടൈഗർ റിസർവ്ഡ് ആയി മാറുന്നത് എപ്പോഴാണ്? 1978 ടൈഗേഴ്സ്. ഇറ്റ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ റിവർ പെരിയാർ. റിവർ പെരിയാർ ഉള്ളത് കൊണ്ടാണ്, വിച്ച് ഒറിജിനേറ്റ് ഡീപ്പ് ഇൻസൈഡ് ദ റിസർവ് ആയതുകൊണ്ടാണ് ഇതിനെന്തത് പെരിയാർ ടൈഗർ റിസർവ് എന്ന പേര് വന്നത്. ദ മേജർ റിവർ ത്രൂ ദ റിസർവ് ഓർ മുല്ലയാർ ആൻഡ് പെരിയാർ. ഓക്കെ, മുല്ലയാർ ആൻഡ് പെരിയാർ. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കാണുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസിനാണ്. 6 ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ ഇതിനകത്ത് കാണുന്നുണ്ട്. മണന്നാസ്, പളയൻസ്, മലയാറയൻസ്, പണ്ടാരംസ്, ഉരളീസ് ആൻഡ് ഉള്ളാഡൻസ്. ഇങ്ങനെയുള്ള 6 ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ ഇതിനകത്ത് കാണുന്നുണ്ട്. മണ്ണൻസ്, പെലിയൻസ്, മലയാറയൻസ്, മലപ്പണ്ടാരംസ്, ഉരളീസ് ആൻഡ് ഉലഡൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു കമ്മ്യൂണിറ്റീസിനേതും പേരുകൾ ഓർത്ത് വച്ചേക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കാം. ചിലപ്പോൾ ഓപ്ഷൻസ് ഒരുപാട് തന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവരുത്, ഈ പേരുകളൊക്കെ നോക്കി വെക്കുക. ഓക്കെ, ഇനി സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് എവിടെയാണുള്ളതെന്ന് അറിയാം മക്കളെ. അട്ടപ്പാടി, പാലക്കാട് ആ ഒരു റീജിയനിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഈസ് എ നാഷണൽ പാർക്ക് ഇൻ കേരള, ഇന്ത്യ. ഈസ് ലൊക്കേറ്റഡ് നീലഗിരി ഹിൽസ്. Has core area 89.52 kilometers square, which is surrounded by the buffer zone of 148 kilometers. ഡിക്ലെയർഡ് നാഷണൽ പാർക്സ് ഇൻ 1984. 1984 ഇതൊരു നാഷണൽ പാർക്കിന് അംഗീകാരം കിട്ടുന്നത്. ഇനാഗുറേറ്റ് ചെയ്യുന്നത് 1985. 1914 സൈലന്റ് വാലി ഫോറസ്റ്റ് ഡിക്ലെയർഡ് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. എന്താണ്? സൈലന്റ് വാലി ഫോറസ്റ്റ് റിസർവ്ഡ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഡ്യൂറിംഗ് 1921 ഇറ്റ് കെയിം അണ്ടർ കൺട്രോൾ പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ. This national park has some rare species of flora and fauna. This area was explored in 1847 by botanist Robert White എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എന്താണ് ഒരുപാട് പ്ലാന്റുകളും ഒരുപാട് കാര്യങ്ങളും അദ്ദേഹം റിസർച്ച് ചെയ്തതും കാര്യങ്ങളും നോക്കിയതും ഒക്കെ ഇവിടെ നിന്നായിരുന്നു. It is located in the rich biodiversity of Nilagiri Biosphere Reserve. മുകുർദീസ് പീക്ക്, ദ 5th ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ. 5ാമത്തെ ഏറ്റവും വലിയ പീക്ക് ആയിട്ടുള്ള മുകുർദി പീക്ക് ഇവിടെയാണ് കാണുന്നത്. അങ്കിഡ പീക്ക് അഥവാ ആൾസോ ലൊക്കേറ്റഡ് ഇൻ ദ വിസിനിറ്റി ഏരിയാസ്. ഭവാനി റിവർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഭവാനി റിവർ ട്രിബ്യൂട്ടറി ഓഫ് കാവേരി റിവർ ആൻഡ് കുന്തിപ്പുഴ റിവർ ട്രിബ്യൂട്ടറി ഓഫ് ഭാരതിപ്പുഴ റിവർ ഒറിജിനേറ്റഡ് വിസിനിറ്റി ഓഫ് സൈലന്റ് വാലി. ഏതൊക്കെ? ഭവാനി റിവർ, കുന്തിപ്പുഴ റിവർ ഒക്കെ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? സൈലന്റ് വാലിയുടെ ഇതിലാണ്. കടലുണ്ടി റിവറും എവിടെ നിന്നാണ് ആൾസോ ഒറിജിൻ ചെയ്യുന്നത്? സൈലന്റ് വാലിയിൽ നിന്നാണ്. നമുക്ക് പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ലയൺ ടൈൽഡ് മൊക്കാക്കു, സിംഹവാലൻ കുരങ്ങുകളുടെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്. നമ്മൾ പറഞ്ഞല്ലോ ഈ സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് സൈലന്റ് വാലി അത്രയും ഇതായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമുക്ക് സിംഹവാലൻ കുരങ്ങുകൾ ഇപ്പോൾ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. ആ കുരങ്ങ് സിംഹവാലൻ കുരങ്ങ് ലയൺ ടൈൽഡ് മൊക്കാക്കു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആണ്. എവിടെയാണ് മെയിനായിട്ട് കേരളത്തിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഏകദേശം എന്താണ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഇതിന്റെ ബൗണ്ടറിയിലൊക്കെ താമസിക്കുന്നത് ഉരുളൻസ്, കുറുമ്പൻസ്,
മുഡുഗസ്, പിന്നെ കുട്ടൂനൈക്കാസ് ഒക്കെ, കാട്ടുനൈക്കേഴ്സ് കുട്ടുകല്ല കാട്ടുനൈക്കേഴ്സ് ഒക്കെ ഇവിടെയാണ് ഇതാവുന്നത്. ഓക്കെ, കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ഇവിടെയാണ്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് നിങ്ങൾ ലയൺ ടൈൽഡ് മൊക്കാക്കു എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നോക്കി വെച്ചു. ആ ചോദ്യം അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഓക്കെ, അടുത്തത് ബിട്ടർകാനിക്ക നാഷണൽ പാർക്ക്. Bhitarkanika National Park is a large national park in northeast Kendrapara district in Odisha, eastern India. It's spread over 145 kilometers square, and Bhitarkanika is the second largest mangrove ecosystem of India. സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. നമ്മുടെ വേൾഡിനെ മുമ്പ് നേരത്തെ പറഞ്ഞു പോയി. ഇത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള എന്താണ് മാംഗ്രോവ്സ് കാണുന്നത് ബിറ്റർകാനിക്ക നാഷണൽ പാർക്കിലാണ്. ഇറ്റ് ഈസ് എ ബ്രീഡിംഗ് പ്ലേസ് ഓഫ് എൻഡേഞ്ചേർഡ് സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ ഇവിടെ ഒരുപാട് കാണുന്നുണ്ട്. ഒന്നും കൂടെ നോക്കി വെക്കുക. ഇത് റാംസർ സൈറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് സ്റ്റാറ്റസ് കിട്ടുന്നത് ആഗസ്റ്റ് 19, 2002 റാംസർ സൈറ്റ് ഓക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇത് എപ്പോഴാണ്? ആഗസ്റ്റ് 19, 2002. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ ഫോറസ്റ്റ് ആക്ട് ആണ്. Indian Forest Act of 1927. The Indian Forest Act was first enacted in 1865. 1865 ഈ ഒരു ഫോറസ്റ്റ് എന്ത് ചെയ്യുന്നത്? എനാക്ട് ചെയ്യുന്നത്. The Indian Forest Act was amended in 1878. 1878 Indian Forest Act enacted, and once again it was amended in 1927. എന്നുവെച്ചാൽ അതിലേക്ക് വീണ്ടും കുറച്ച് പ്രൊവിഷൻസുകൾ കൂടി 1927 കൂട്ടിച്ചേർക്കപ്പെട്ടു. The Indian Forest Act 1927 did not focus on the conservation of forest. Rather, the laws of British colonial government focused on control of extraction of timber from the forest. എന്താണ് മെയിൻ ആയിട്ട്? ഈ തേക്കുകൾ, ടിമ്പേഴ്സ്, ഒരുപാട് മരങ്ങൾ, എല്ലാ രീതിയിലുള്ള ഒരുപാട് മരങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? കടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് ഈ ആക്ട് ഒരുപാട് കൂടുതൽ പ്രാബല്യത്തിൽ വന്നത്. As per the Indian Forest Act 1878, the forest India were divided into 3 different categories. 3 different categoriesൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസർവ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ്. Village could not take anything from the reserve forest from their own use. അവരുടെ യൂസിന് വേണ്ടി and they are used here. Village could use the forest product only from the village forest and protect forest either to build their house for the fear. So കുറെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകരുത്, പുറത്തേക്ക് യൂസ് ചെയ്യരുത്, പുറത്തേക്ക് ആ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് കർശനമാക്കി. പിന്നെ വന്നതാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് FRA 2006. FRA 2006 ഇതിനെ കാണിക്കുന്നത് ഷെഡ്യൂൾ ട്രൈബേഴ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മുടെ ഷെഡ്യൂൾ ട്രൈബേഴ്സ് ആളുകൾ ഈ ഫോറസ്റ്റിനകത്ത് താമസിക്കുക. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഫോറസ്റ്റ് റൈറ്റ് ആക്ട് FRA. ഇതിന്റെ മെയിൻ ഇന്റൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട് ട്രൈസ് റെക്കഗ്നൈസ് മാർജിനൽ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് റൈറ്റ് ഓവർ ഫോറസ്റ്റ് ലാൻഡ് ഓവർ വിച്ച് ദേ വേർ ട്രഡീഷണലി ഡിപ്പെൻഡന്റ്. ഒരുപാട് കാലഘട്ടത്തിന് മുമ്പ് ഫോറസ്റ്റിൽ താമസിച്ചിരുന്ന ട്രൈബൽസ് അവർ ഇന്നും താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫോറസ്റ്റിലാണ്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൻഡമാനില് സാന്റിനാസ് ദ്വീപൊക്കെ ഒരു തരം ട്രൈബൽസ് ഫുള്ളായിട്ട് ജീവിച്ചിട്ടുണ്ട്. അവര് ഭയങ്കര അവിടെ അവരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനേ പറ്റില്ല, അവരെ പോകാനേ പറ്റില്ല, അവർ നമ്മളെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ, കാരണം അവർ പുറലോകവുമായിട്ട് ജീവിക്കാതെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് അവർ ജീവിച്ചു വരുന്ന സ്ഥലമാണ്. ആ ഒരു ഭാഗത്തെ ആ ഒരു രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു ആക്ട് ആയിരുന്നു ഇത് മെയിൻ ആയിട്ട്. കമ്മ്യൂണിറ്റി റൈറ്റ് ആക്ട് മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ട ആക്ട് ആണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പൊട്ടൻഷ്യൽസ് റൈറ്റ് ആക്ട് empowering local self-governance ensured by the poverty aligned and pro-poor growth of paid heads. മെയിൻ ആയിട്ട് ഈ ഒരു കാര്യങ്ങളാണ്, ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക. പിന്നെ വന്നതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ബില്ല് 2023. ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കാം. കാരണം ഈ ഭാഗം ഇപ്പോൾ 2023 റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ ജനറൽ നോളജിൽ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നും ചോദിച്ചേക്കാം. Forest Conservation Amendment Bill 2023 has been passed by the Lok Sabha, and it aimed to bring significant changes to the Forest Act 1980, which is crucial center statute for conservation of forests in India. Provision in
ഫോറസ്റ്റ് ഇൻ ഇന്ത്യ. ആ ഒരു ഇതിലാണ് ഈ ഒരു ആക്ട് വന്നത്. ലോക്സഭയിൽ 1980 കൺസർവേറ്റീവ് ഫോറസ്റ്റ് ആക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഇതിന് തുടർച്ചയായിട്ടാണ് ഈ ഒരു അമെന്റ്മെന്റ് ബില്ല് വന്നത് എന്നും കൂടി നോക്കി വെക്കുക. ഇനി വരുന്നത് പ്രൊവിഷൻ ഓഫ് ദ കേരള. നമുക്ക് ഇനി കുറെ ചോദ്യങ്ങളിലേക്കാണ് കയറാൻ പോകുന്നത്. നമ്മുടെ കേരള ഫോറസ്റ്റ് ആക്ടിനെ കുറിച്ചുള്ള കുറെ ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റിൽ ഞാൻ കുറെ ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കേരള ഫോറസ്റ്റ് ആക്ട് 1961 കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ചോദ്യങ്ങൾ ഇതാണ്: പ്രൊവിഷൻ ഇൻ ദ കേരള ഫോറസ്റ്റ് ആക്ട് 1961 empowering government to constitute a reserve forest. Option A, section 3. Option B, section 27. Option C, section 39. Option D, section 42. ഹലോ മക്കളെ, ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ഞാൻ പറയാം, കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ, സെക്ഷൻ എ. ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക, നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യം: പ്രൊവിഷൻ ഇൻ ദ കേരള ഫോറസ്റ്റ് ആക്ട് ബൈ വിച്ച് ഗവർമെന്റ് published notification to constitute any land a reserve forest. Section 8, Section 4, Section 15 and Section 9. ഇതിന്റെ ഉത്തരം വരുന്നത് സെക്ഷൻ 4-ലാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക, സെക്ഷൻ 4-ലാണ്. ഞാൻ മാർക്ക് ചെയ്ത് വിടാം. ഓക്കെ, അടുത്തത്: വിച്ച് സെക്ഷൻ in the which section in the Kerala Forest Act describe penalties for trespass or damage to reserve forest and act prohibited in such forest? ഇതിന്റെ ഉത്തരം വരുന്നത് മക്കളെ സെക്ഷൻ 27-ലാണ്. ഓക്കെ, സെക്ഷൻ 27-ലാണ് ഈ ഒരു ആക്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. Which section of the Kerala Forest Act confers the forest officers to seize timber or other forest produce? There is reason to believe that a forest offense has been committed. ഇതിന്റെ ഉത്തരം വരുന്നത് മക്കളെ സെക്ഷൻ 52-ലാണ് കേട്ടോ. സെക്ഷൻ 52. ഇങ്ങനത്തെ സെക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ ഞാനിത് നോക്കി വെച്ചിട്ടുള്ളൂ. Provision in the Kerala Forest Act investing forest officers with the power as civil court to compel the attendance of witness and the production of documents. ഏതിലാണ് വരുന്നത് മക്കളെ? ഇത് വരുന്നത് സെക്ഷൻ 72-ലാണ് കേട്ടോ. സെക്ഷൻ 72-ലാണ് ഈ ഒരു ഭാഗം വരുന്നത്. ആറാമത്തെ ചോദ്യം: അപ്പീൽ അഗെയിൻസ്റ്റ് എനി ഓർഡർ പാസ്ഡ് അണ്ടർ സെക്ഷൻ 61A can be filed before. ആരുടെ മുമ്പിലാണ് ഇതിനു മുമ്പ് ഫയൽ ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി, ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ മുമ്പിലാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. Which provision of law in Kerala Forest Act makes punishable any alteration of boundary marks of forest area and marks on forest trees? സെക്ഷൻ 62 ആണ് മക്കളെ ഉത്തരം. ഓക്കെ, അടുത്തത് question number 8. Provisions related to sandalwood include in which chapter of Kerala Act 1961? ഓപ്ഷൻ ഡി ആണ് മക്കളെ ഉത്തരം, ചാപ്റ്റർ 6A. ഇനി merchant or other person trading in timber can register their property marks as per option A, Kerala Private Forest, option B, the Kerala Forest Produce, the Kerala Forest Produce Transit Rule 1975, the Kerala Preservation of Trees Act 1986. മക്കളെ ഇതിന്റെ ഉത്തരം വരുന്നത് ദ കേരള ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ട്രാൻസിറ്റ് റൂൾ 1975 പ്രകാരമാണ്. Question number 10. Protected area in chapter 4 of Wildlife Protection Act 1972.
വരുന്നത് സാങ്ച്വറീസ് ആണ്. ഓക്കെ, ഇനി 11ാമത്തത് ഹണ്ടിങ് ഓഫ് വൈൽഡ് animal to be permitted in certain cases as per Section 11 of Wildlife Protection Act 1972. ഓക്കെ, മനസ്സിലാവും. കൃത്യമായിട്ട് ആക്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും. ഇന്ത്യൻ എലഫന്റ് ഈസ് കമ്മിങ് അണ്ടർ ഏത് ഇതിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചത്. ഇന്ത്യൻ എലഫന്റ്സ് അത് വരുന്നത് ഷെഡ്യൂൾ 1 പാർട്ട് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഓക്കെ, ഇനി 13ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് Tiger and other endangered species Crime Control Bureau is done as per ഓപ്ഷൻ ഡി ആണ് മക്കളെ. കാണിച്ചു തരാം. ഓപ്ഷൻ ഡി, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഓക്കെ, അടുത്തത് പവർ ഓഫ് എൻട്രി, സെർച്ച്, അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ പവർ ടു ഫോറസ്റ്റ് ഓഫീസർ ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ 14ാമത്തത് ഓപ്ഷൻ സി ആണ് മക്കളെ ഉത്തരം. സെക്ഷൻ 15 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇനി അടുത്തത് പ്രൈവറ്റ് ഫോറസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള സ്റ്റാൻഡ് ട്രാൻസ്ഫർ ആൻഡ് വെസ്റ്റഡ് ഇൻ ഗവൺമെന്റ് ആസ് പെർ ഇത് ഓപ്ഷൻ സി ആണ് മക്കളെ ഉത്തരം വരുന്നത്. ദ അറബിൾ ഫോറസ്റ്റ് ആൻഡ് അസൈൻമെന്റ് റൂൾ 1970. 16ാമത്തെ ചോദ്യമാണ് അടുത്തത്. 16ാമത്തെ ചോദ്യം, the species mentioned below is a specified tree as per Kerala Promotion of Tree Growth in Non-Forest Areas Act 2005. Rosewood, Murukku, Vatta, Konna. ഏതാണ് മക്കളെ ഉത്തരം? റോസ് വുഡ് ആണ് കേട്ടോ മക്കളെ, നോക്കി വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, അടുത്തത് 17ാമത്തത് the full right over all the trees with the grant and specified in the schedule of assigned land vests in the government as per 17ാമത്തത് ഓപ്ഷൻ ബി ആണ്, the Kerala and Land Rule 1964. അടുത്തതാണ് 18ാമത്തത് who is the person empowered to make a report of seizure of tender of any tree transported in timber of any tree transported in contravention of Section 6 of Kerala Promotion of Tree Growth in Non-Forest Area Act 2005 to the Judicial First Class Migrate Court. ഓപ്ഷൻ ഡി ആണ് മക്കളെ ഉത്തരം, ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ. ഓക്കെ, ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ. വിച്ച് സെക്ഷൻ ഓഫ് മാർക്ക് ചെയ്തിട്ടേക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ മനസ്സിലാവും. Which section of Kerala Forest Act 1961 deals with the power of forest office to arrest any suspected person of having been concerned in any forest offense? മക്കളെ സെക്ഷൻ 72ലാണ് അത് ഉള്ളത്. ഓക്കെ, അങ്ങനത്തെ സെക്ഷൻസ് ഒക്കെ ഒരുപാട് ടഫാവെന്ന് തോന്നുന്നു എക്സാംസിൽ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ നോക്കിയ സെക്ഷൻസ് വരെ നോക്കിപ്പോയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ഹൂ ഇസ് ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് മക്കളെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് കുറച്ചും കൂടി അപ്ഡേഷൻ വരുന്ന ടോപ്പിക്സ് ആണ്. കുറച്ചും കൂടി നന്നായിട്ട് ഇനിയും നോക്കുക, ഒരുപാട് നോക്കേണ്ട ടോപ്പിക്സ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ മേജർ ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സെഞ്ചുറീസും മേജർ ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയസും മേജർ ആയിട്ടുള്ള ഫോറസ്റ്റ് ആക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് മാത്രം വായിച്ചു പോകരുത്. ഈ ഒരു PPT ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഒരുപാട് കാര്യം ഗ്രാസ്പ് ചെയ്ത് ശ്രമിക്കുക. മിക്കവാറും ഞാൻ വിട്ടുപോയതും ചിലപ്പോൾ പുതിയ അപ്ഡേഷൻസുകളും നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതൊക്കെ ജനറൽ നോളജ് സെക്ഷനിലും ഈ ഒരു സെക്ഷനിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.
താങ്ക് യു സർ.